എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേരളമടക്കമുള്ള 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള കാലയളവിൽ നടക്കുകയാണ്. SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നും ഇത് അറിയപ്പെടും. ഈ കാലയളവിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധിയായ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന BLO ഓരോ വീടും സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം നമുക്ക് തരും. അത് നമ്മൾ പൂരിപ്പിച്ച് നൽകണം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഈ എന്യൂമറേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നും അതുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. SIR 2002 നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുവാൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഭവന സന്ദർശനം നടത്തി വോട്ടർമാർക്ക് ഫോമുകൾ വിതരണം ചെയ്യുകയും പൂരിപ്പിച്ചു വാങ്ങി വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുകയുമാണ് എന്യൂമറേറ്റർ എന്ന BLOമാരുടെ ജോലി. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇങ്ങനെയുള്ള ഭവന സന്ദർശനം BLOമാർ നടത്തുന്നത്. ഇങ്ങനെ BLOമാർ നൽകുന്ന ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് പുറമെ ഓൺലൈനായി ഇത് സബ്മിറ്റ് ചെയ്യുവാനുള്ള അവസരവും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ വന്നിട്ടില്ല. ലിങ്ക് വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈനായി എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നത് സംബന്ധിച്ച വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കാതിരിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. BLOമാർ നൽകുന്ന എന്യൂമറേഷൻ ഫോമുകൾ മലയാളത്തിലായിരിക്കും. ഇംഗ്ലീഷിലുള്ളതും ആവശ്യമെങ്കിൽ അവർ ലഭ്യമാക്കും. ഇങ്ങനെയായിരിക്കും എന്യൂമറേഷൻ ഫോമിൻ്റെ ഒരു മാതൃക. ഇവിടെ 3 ഫോമുകൾ ഈ ഒറ്റ A4 പേപ്പറിൽ തന്നെ അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഇതൊരു സ്പെസിമെൻ ഫോമാണ്. ഇതിൻ്റെ ഒറിജിനൽ 2 എണ്ണം ഓരോ വോട്ടർക്കും നൽകും. 2 ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം ഒരെണ്ണം BLOയ്ക്ക് കൊടുക്കുകയും മറ്റൊന്ന് കൈവശം വയ്ക്കുകയും ചെയ്യാം. മുകളിലത്തെ ടൈറ്റിലും കൂടി ചേർത്ത് 4 ഭാഗങ്ങളുണ്ട്. ഇത് ഓരോ ഭാഗവും നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് പരിശോധിച്ച് നോക്കാം. എന്യൂമറേഷൻ ഫോമിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. താഴെ അതിൻ്റെ സ്പെസിമെൻ കാണിച്ചിരിക്കുന്നത് കാണാം. ഡീറ്റെയിൽ ആയിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇടത്തെ അറ്റം ഇലക്ടേഴ്സ് നെയിം ഉണ്ടാകും. എപ്പിക് ഇലക്ഷൻ ഫോട്ടോ ID കാർഡ് എന്നാണ്. എപ്പിക് നമ്പർ ഉണ്ടാകും. അതുപോലെ അഡ്രസ്സ് ഉണ്ടാകും. ഇതെല്ലാം പ്രീ പ്രിൻ്റഡ് ആയിരിക്കും. താഴെ നമുക്ക് കാണാം അതൊക്കെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുകയും ചെയ്യാം. തൊട്ടടുത്ത കോളത്തിൽ ഉള്ളത് സീരിയൽ നമ്പർ, പാർട്ട് നമ്പർ, അസംബ്ലി മണ്ഡലത്തിൻ്റെയും പാർലമെൻറ്റ് പേരുകൾ, സ്റ്റേറ്റ് തുടങ്ങിയവ ഫിൽഡായിട്ടുണ്ടാകും. പ്രിൻ്റ് ചെയ്ത് തന്നെ വരും. താഴെ അത് കൊടുത്തിരിക്കുന്നതും മാതൃകാ ഫോമിൽ കാണാവുന്നതാണ്. അത് കഴിഞ്ഞുള്ളത് QR കോഡാണ്. ഈ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കില്ല. BLO ആപ്പ് BLOമാരുടെ കൈവശമുണ്ടാകും. അത് ഉപയോഗിച്ചാണ് അവർ ഡിജിറ്റലൈസ് ചെയ്യുന്നത്. ഇതൊക്കെ ആ BLO ആപ്പ് ഉപയോഗിച്ച് BLOയ്ക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഓരോ വോട്ടറുടെയും വിശദ വിവരങ്ങൾ അപ്പോൾ തന്നെ അറിയുവാൻ സാധിക്കും. അതിൻ്റെ സൗകര്യത്തിനാണ് QR കോഡ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ BLO ആപ്പ് ഉപയോഗിച്ച് ഫോമുകൾ നമുക്ക് തരുമ്പോൾ അത് ആ ആപ്പിൽ ടിക്ക് മാർക്ക് ഇട്ട് രേഖപ്പെടുത്തുകയും പിന്നീട് പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങിക്കുമ്പോഴും ആ ടിക്ക് മാർക്ക് കൊടുത്ത് ഈ ആപ്പിൽ രേഖപ്പെടുത്തുകയും അവർ ചെയ്യും. തൊട്ടടുത്ത കോളത്തിൽ ഓൾഡ് ഫോട്ടോ പ്രീ പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. താഴെ അതിൻ്റെ മാതൃകയിൽ അത് കാണിച്ചിരിക്കുന്നതും കാണാം. അതിൻ്റെയും തൊട്ട് വലത് സൈഡിൽ ഏറ്റവും അവസാന കോളത്തിൽ പേസ്റ്റ് കറൻറ്റ് ഫോട്ടോ എന്ന് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല എങ്കിലും അടുത്ത കാലത്തുള്ള വോട്ടറുടെ ഫോട്ടോ അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. അടുത്തത് മെയിൻ എന്യൂമറേഷൻ ഫോമാണ്. ടു ബി ഫിൽഡ് ബൈ ഇലക്ടർ. ഓരോ വോട്ടറും ഇത് ഫില്ല് ചെയ്യേണ്ടുന്നതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ 2025 പട്ടികയിൽ ഉള്ള ഈ വോട്ടർമാരുടെ വിവരങ്ങൾ എഴുതണം. ഇവിടെ ഇപ്പോൾ നിലവിൽ 2025 വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാരുടെയും വിവരങ്ങൾ ഈ എന്യൂമറേഷൻ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. മാതൃകാ ഫോമിൽ അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇതിൽ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം നമ്മൾ വോട്ടറുടെ ഡേറ്റ് ഓഫ് ബർത്താണ് ആ കോളത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. മലയാളത്തിൽ ഫില്ല് ചെയ്താലും മതി. ആധാർ നമ്പർ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ കൊടുത്താലും മതി. പക്ഷേ നമുക്ക് 13ഓളം ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ ആധാറാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ളത്. അതുകൊണ്ട് ആധാർ നമ്പർ കൊടുത്തു പോകുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം മൊബൈൽ നമ്പർ, ഫാദർ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ പേര്, ഫാദേഴ്സ്
ഗാർഡിയൻ എപ്പിക് നമ്പർ അതല്ലെങ്കിൽ ഫാദറിൻ്റെ ഫോട്ടോ ID കാർഡ് നമ്പർ, ഇലക്ഷൻ ID കാർഡ് നമ്പർ അവൈലബിൾ ആണെങ്കിൽ കൊടുക്കണം. മദേഴ്സ് നെയിം കൊടുക്കണം. മദേഴ്സ് എപ്പിക് നമ്പർ കൊടുക്കണം, അത് ലഭ്യമാണെങ്കിൽ മതി. അതുപോലെ സ്പൗസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവരിൽ ആരെങ്കിലും നെയിം കൊടുക്കണം. അതുപോലെ ഇവരുടെ സ്പൗസിൻ്റെ എപ്പിക് നമ്പറും അവൈലബിൾ ആണെങ്കിൽ കൊടുക്കണം. ഇതൊക്കെ ഇഫ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാതൃകാ ഫോമിൻ്റെ താഴെയായിട്ട് 2 കോളങ്ങൾ വന്നിരിക്കുന്ന കാണാം. ആ 2 കോളവുമാണ് ഈ മെയിൻ ഫോമിൽ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇത് മലയാളത്തിലുള്ള ഫോമിൽ ലഭ്യമാകും. ആ മാതൃകാ ഫോമിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഇടത് സൈഡിലെ കോളത്തിൽ ഈ വോട്ടർ 2002 പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇടത് സൈഡിൽ നൽകണം. അതുപോലെ തന്നെ വലത് സൈഡിൽ നൽകേണ്ടുന്നത് 2002 പട്ടികയിൽ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത വോട്ടറാണെങ്കിൽ അവരുടെ ബന്ധു 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ വലത് സൈഡിലുള്ള കോളത്തിലുമാണ് നൽകേണ്ടുന്നത്. അങ്ങനെ 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണെങ്കിൽ നമുക്കത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞതാണ്. ആ വോട്ടറുടെ പേര് കൊടുക്കണം, എപ്പിക് നമ്പർ കൊടുക്കണം. ഇഫ് അവൈലബിൾ എന്ന് കൊടുത്തെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ടതാണ്. പിന്നീട് റിലേറ്റീവ് നെയിം, ഫാദർ, മദർ, ഗ്രാൻഡ് മദർ തുടങ്ങിയവരുടെയൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. മുതിർന്നവരുടെ കൊടുക്കുക. എന്നിട്ട് ആ റിലേഷൻ എന്താണെന്നുള്ളത് കൊടുക്കണം. ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കൊടുക്കണം. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നെയിം, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നമ്പർ കൊടുക്കണം. പാർട്ടി നമ്പർ കൊടുക്കണം. സീരിയൽ നമ്പർ കൊടുക്കണം. ഇതെല്ലാം CO കേരള എന്ന വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതാണ്. BLOയുടെ സഹായത്തോടു കൂടിയും ഇത് പരിശോധിച്ച് അവിടെ രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ് 2002 SIRൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. ഇനി അടുത്തത് വലത് സൈഡിലുള്ള കോളത്തിലേക്ക് വന്നാൽ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർ ആണെങ്കിൽ അവരുടെ ബന്ധു 2002 വോട്ടർ പട്ടികയിൽ ഉള്ളതും ആണെങ്കിൽ ആ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. വലത് സൈഡിലുള്ള കോളത്തിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ഓഫ് ദ റിലേറ്റീവ് ഹൂസ് നെയിം ഈസ് ഗിവൺ ഇൻ ദ പ്രീവിയസ് കോളം ഇൻ ദി ലാസ്റ്റ് SIR. അതായത് ലാസ്റ്റ് 2002 SIRൽ പേരുള്ള ബന്ധുവിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബന്ധുവിൻ്റെ പേര്, എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എപ്പിക് നമ്പർ കൊടുക്കണം. റിലേറ്റീവ്സ് നെയിം കൊടുക്കണം. ഇതിൽ ഫാദർ, മദർ, ഗ്രാൻഡ് മദർ ഇവരെയൊക്കെയാണ് സാധാരണ കൊടുക്കേണ്ടുന്നത്. അതുപോലെ തന്നെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിന്നെ നേരത്തെ മറ്റേ ഇടത് സൈഡിൽ കൊടുത്തതുപോലെ തന്നെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നെയിമും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പരും പാർട്ടി നമ്പരും സീരിയൽ നമ്പരും ഇവയെല്ലാം കൊടുക്കണം. ഈ റിലേറ്റീവ്സിൽ ഒരാളുടെ വിവരങ്ങളാണ് വലത് സൈഡിലുള്ള കോളത്തിലും ഇടത് സൈഡിലുള്ള കോളത്തിലും കൊടുക്കേണ്ടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്നവർ, ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ കൊല്ലം ജില്ലയിലാണ് വിവാഹം ചെയ്ത് കൊണ്ടുവന്നത്. നേറ്റീവ് പ്ലേസ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റുമാണെന്ന് കരുതുക. അതായത് അവരുടെ യഥാർത്ഥ ജനനസ്ഥലം തിരുവനന്തപുരം ജില്ലയും ഇപ്പോൾ വിവാഹം ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലുമാണെന്ന് കരുതുക. അവർ SIR 2002 ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരുടെ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് വലത് സൈഡിൽ കൊടുക്കേണ്ടുന്നത്. അതിൽ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ തുടങ്ങിയവരുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടുന്നത്. അത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ഏത് നിയോജക മണ്ഡലത്തിലാണോ അവർ താമസിക്കുന്നത് ആ നിയോജക മണ്ഡലത്തിൻ്റെ 2002 പേരെന്തുവാണോ ആ പേര് കൊടുത്ത് സെർച്ച് ചെയ്തെങ്കിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കണ്ടെത്തി വേണം കൊടുക്കുക. അതുപോലെ തന്നെ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരാളുടെ പേര് ഇല്ല. പക്ഷേ അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആ ആളിൻ്റെ ഫാദർ, മദർ തുടങ്ങിയവരൊക്കെ മരിച്ചുപോയി. ഈ മരിച്ചുപോയവരിൽ ആരെങ്കിലും ഒരാൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടെങ്കിൽ ആ മരിച്ചുപോയവരുടെ വിവരങ്ങളും നൽകാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ BLO ഇട്ട് ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മരിച്ചുപോയവരുടെ കാര്യത്തിലുള്ള വിവരങ്ങൾ നൽകുക. ഞാൻ അറിഞ്ഞ വിവരം പറഞ്ഞെന്നേ ഉള്ളൂ. അതുപോലെ ഈ ഫോം BLO നിങ്ങളുടെ വീടുകളിൽ കൊണ്ട് തരും. BLOയുടെ സാന്നിധ്യത്തിൽ സംശയങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ ഫോം ഫില്ല് ചെയ്യാവൂ. ഫോമിൻ്റെ താഴെയായി വോട്ടറുടെ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ ഒപ്പ് ഇടാനുള്ള കോളമുണ്ട്. ശരിയായിട്ടുള്ള വിവരങ്ങൾ നൽകി മാത്രമേ ഈ ഫോം ഫില്ല് ചെയ്യാവൂ, അല്ലെങ്കിൽ ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാകും. അത് മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കണ്ടീഷനിൽ. അതുപോലെ തന്നെ BLOയുടെ ഒപ്പും താഴെ ഉണ്ടാകും. ഇതുകൂടാതെ ഈ ഫോമിൻ്റെ ടോപ്പിലായി മുകൾ ഭാഗത്തായി BLOയുടെ പേരും നമ്പരും ഒക്കെ കൊടുത്തിട്ടും ഉണ്ടാകും. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടൈം ഷെഡ്യൂളുകളാണ്. പ്രിൻറ്റിങ്ങും ട്രെയിനിങ്ങും 28 ഒക്ടോബർ മുതൽ 3 നവംബർ വരെയായിരുന്നു. ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഫേസ്, അതായത് BLOമാർ നമ്മളുടെ വീടുകളിൽ വരുന്നത് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് 2025. 3 ഘട്ടങ്ങളിലായിട്ടാണ് BLOമാർ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്നത്. ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാതിരുന്നാൽ വോട്ടർ പട്ടികയിൽ ഇടം നേടത്തില്ല എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അടുത്തത് പബ്ലിക്കേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ലെറ്റർ റോള്, കരട്
പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 9, 2025 അതുപോലെ തന്നെ അതിന്മേൽ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിന്മേലുള്ള ആക്ഷേപങ്ങളും പരാതികളും ക്ലെയിം ആൻഡ് ഒബ്ജക്ഷൻ പീരീഡ് 9 ഡിസംബർ 2025 മുതൽ 8 ജാനുവരി 2026 വരെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. പക്ഷേ ഈ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ, കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ നിങ്ങളുടെ പേര് വന്നിട്ടില്ലെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും ഇതുപോലെ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹിയറിങ്ങിനായിട്ട് വിളിക്കും. ആ ഹിയറിങ്ങിൽ പങ്കെടുത്ത് നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെ കൊണ്ടാണ് അപാകത സംഭവിച്ചത്, എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അത് ഹാജരാക്കാം. ഹിയറിങ്ങിന് അനുവദിച്ചിരിക്കുന്ന സമയം 9 ഡിസംബർ 2025 മുതൽ 31 ജാനുവരി 2026 വരെയാണ്. ഹിയറിങ്ങിനായിട്ട് പോകേണ്ടുന്നത് AERO അസിസ്റ്റൻറ്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന താലൂക്ക് തഹസീൽദാരോ അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ ഒക്കെ ആയിരിക്കും. അത് സംബന്ധിച്ച അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഫൈനൽ ഇലക്ട്രൽ റോൾ പബ്ലിഷ് ചെയ്യുന്നത് 7 ഫെബ്രുവരി 2026 ഫോമുകൾ ഫില്ല് ചെയ്യുമ്പോൾ BLOമാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി അവരുടെ സഹായത്തോടു കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ്. 12ഓളം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇതിലെല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ആധാറാണ്. കൂടാതെ PSC ഉൾപ്പെടെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ നൽകുന്ന ID കാർഡുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം. ബാങ്ക് പാസ്ബുക്ക്, PPO പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ തുടങ്ങിയൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം. കൂടാതെ ബാങ്ക് പാസ്ബുക്ക്, അതേപോലെ തന്നെ പാസ്പോർട്ട്, 10th സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് 12ഓളം ഉണ്ട് ഇതിൻ്റെ ലിസ്റ്റ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ അവർ ആവശ്യപ്പെടുന്ന രേഖ മാത്രം നൽകിയാൽ മതിയാകും. പ്രധാനമായിട്ടും ആധാർ നൽകാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.